प्रियंका गांधी वाड्रा जो लोकसभा की सदस्य निर्वाचित हुई हूँ, सत्यनिष्ठा से प्रतिज्ञा करती हूँ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगी। मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगी तथा जिस पद को मैं ग्रहण करने वाली हूँ उसके कर्तव्यों का श्रद्धापूर्वक निर्वहन करूंगी। जय हिंद। പ്രിയങ്ക ഗാന്ധി പാർലമെന്റ് അംഗമായിരിക്കുന്നു. കന്നി വരവാണ് പാർലമെന്റിലേക്ക് പ്രിയങ്കയുടെ. ഇന്ത്യയുടെ ഭാവി രാഷ്ട്രീയത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് പ്രിയങ്ക ഗാന്ധി പാർലമെന്റിലേക്ക് കാലെടുത്ത് വെക്കുന്നതിലൂടെ സംഭവിക്കാൻ പോകുന്നത് എന്നതിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. കോൺഗ്രസിൻ്റെ ഇതുവരെയുള്ള സമര പാരമ്പര്യങ്ങളിൽ, കോൺഗ്രസിൻ്റെ ഇതുവരെയുള്ള രാഷ്ട്രീയ ഇടപെടലുകളിൽ പുതിയ ഒരു അധ്യായം പ്രിയങ്ക ഗാന്ധിയുടെ ഈ വരവോടുകൂടി എഴുതി ചേർക്കാൻ കഴിയും എന്ന പ്രതീക്ഷ നേതൃത്വത്തിനുണ്ട്. ഏതായാലും പ്രിയങ്ക ഗാന്ധിയുടെ വരവ് കോൺഗ്രസ് സ്വാഭാവികമായും വലിയ ഒരു രാഷ്ട്രീയ ചർച്ചകൾക്കുള്ള വേദി കൂടിയാക്കി മാറ്റും. ഇനിയുള്ള സമര പരിപാടികളുടെ നേതൃനിരയിലേക്ക് പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവരാൻ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ആലോചിക്കുന്നുണ്ട്. ഇതോടെ ഗാന്ധി കുടുംബം മുഴുവൻ പാർലമെന്റിന്റെ ഭാഗമായി മാറുന്നു എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. സോണിയാഗാന്ധി രാജ്യസഭയിലുണ്ട്, പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ലോക്സഭയിലേക്ക് എത്തുന്നു. അങ്ങനെ കോൺഗ്രസിൻ്റെ ഇനിയുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് കുറച്ചുകൂടി കരുത്ത് പകരുന്ന ഒന്നായി പ്രിയങ്ക ഗാന്ധിയുടെ പാർലമെന്റിലെ സാന്നിധ്യം മാറും എന്ന പ്രതീക്ഷയാണുള്ളത്. മറ്റൊരു അംഗം കൂടി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. അതിലേക്ക് रवींद्र वसंतराव चव्हाण लोकसभेचा सदस्य म्हणून निवडून आलो असल्याने परमेश्वरास स्मरून शपथ घेतो की मी विधिद्वारा स्थापित भारतीय संविधानाप्रत अनन्य श्रद्धा व निष्ठा बाळगीन. भारतीय सार्वभौमत्वाचे आणि भारतीय एकतेचे निर्वाराने आचरण करीन. രവീന്ദ്ര വസന്തറാവു ചൗഹാൻ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് പാർലമെന്റിൽ. ലോക്സഭയിൽ പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയായിരിക്കുന്നു. ഭരണഘടനയുടെ ഒരു ചെറുപതിപ്പ് കയ്യിലേന്തിക്കൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി കാണാം. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രതിനിധി ബൽറാം നെടുങ്ങാടി നമ്മളോടൊപ്പം ചേരുന്നു. പാർലമെന്റ് പരിസരത്ത് നിന്ന് വയനാട്ടിലെ ജനങ്ങൾ എങ്ങനെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഈ സത്യപ്രതിജ്ഞാ ദിനത്തെ കാണുന്നത്? എത്രത്തോളം പ്രതീക്ഷയിലാണ്? പ്രത്യേകിച്ച് വയനാടിന്റെ ശാശ്വതമായി പരിഹരിക്കേണ്ടുന്ന നിരവധി വിഷയങ്ങൾ വയനാട്ടിലെ ജനങ്ങൾക്ക് മുന്നിലുണ്ട്. ബദൽ റോഡ്, അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജ്, രാത്രിയാത്രാ നിരോധനം, നഞ്ചൻകോട് റെയിൽപാത, വന്യമൃഗശല്യം, അതിനൊപ്പം തന്നെ വയനാടിനുള്ള ദുരിതാശ്വാസ പാക്കേജ് എന്ന് തുടങ്ങി വയനാട്ടിലെ ജനങ്ങൾക്ക് ആശ്വാസമായി മാറേണ്ട നിരവധി കാര്യങ്ങളിൽ പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട്. അതിലൊക്കെ അവർ പ്രതീക്ഷ അർപ്പിക്കുന്നത് ഇപ്പോൾ വയനാടിനെ ലോക്സഭയിൽ പ്രതിനിധീകരിക്കുന്ന പ്രിയങ്ക ഗാന്ധിയിലാണ്. അതിൻ്റെ സന്തോഷത്തിൽ അവർ മധുരം വിതരണം ചെയ്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഈ ദിനം അവർ ആഘോഷമാക്കി മാറ്റിയിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി നമ്മളോടൊപ്പം ചേരുന്നു പാർലമെന്റ് പരിസരത്ത്. ബൽറാം, പ്രിയങ്ക ഗാന്ധി രാഹുലിനെ പോലെ തന്നെ ഭരണഘടനയുടെ ഒരു ചെറുപതിപ്പ് കയ്യിൽ േന്തിക്കൊണ്ടാണ് സത്യവാചകം ചൊല്ലിയത്. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? പാർലമെന്ററി പാർട്ടി യോഗത്തിൽ എന്ത് തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്? ഇനിയുള്ള സമര പരിപാടികളുടെ പ്രധാന മുഖമായി പ്രിയങ്ക ഗാന്ധിയെ അവതരിപ്പിക്കാൻ, ഉയർത്തിക്കാട്ടാൻ കോൺഗ്രസിന്റെ നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ടോ? മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെ? ഗോപികൃഷ്ണൻ, 2 പതിറ്റാണ്ടിലേറെയായി രാജ്യത്തെ കോൺഗ്രസ് പ്രവർത്തകർ കാത്തിരുന്ന ആ ഒരു മുഹൂർത്തമാണ് അല്പ നിമിഷങ്ങൾ മുമ്പ് നടന്നിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ പാർലമെന്റ് പ്രവേശനം പൂർത്തിയായിരിക്കുന്നു. പ്രിയങ്ക ഗാന്ധി ലോക്സഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ലോക്സഭാംഗമായി പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. ഇന്ന് 10:30 ചേർന്ന കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിലേക്ക് നേരിട്ട് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും എത്തുകയായിരുന്നു. ഇവിടെ വെച്ച് ഇന്ന് സ്വീകരിക്കേണ്ട നയസമീപനങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് നടന്നത്. മറ്റ് അംഗങ്ങളെ എല്ലാം തന്നെ പ്രിയങ്ക സംസാരിച്ച ശേഷം എല്ലാവരും ഒന്നിച്ചാണ് പ്രിയങ്കയെ ഈ ലോക്സഭയിലേക്ക് പ്രിയങ്കയോടൊപ്പം ലോക്സഭയിലേക്ക് എത്തുകയായിരുന്നു. തുടർന്ന് ഇന്നത്തെ ലോക്സഭാ നടപടികൾ ആരംഭിച്ച ആദ്യ നിമിഷം തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഉണ്ടായത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലം മുതൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ഭരണഘടന ഉയർത്തിപ്പിടിച്ചുള്ള തങ്ങളുടെ പ്രതിഷേധം, കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധത്തോടൊപ്പം തന്നെ ഭരണഘടനാ സംരക്ഷണമാണ് തങ്ങളുടെ മുദ്രാവാക്യം എന്നുള്ള കോൺഗ്രസിന്റെ ആശയം. ആ ഒരു ആശയത്തിൽ അധിഷ്ഠിതമായി തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയും ഇന്ന് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയത്. കയ്യിൽ ഭരണഘടനയുടെ ഒരു പതിപ്പ് പ്രിയങ്ക ഗാന്ധി കൈവശം വെച്ചിരുന്നു. അത് കയ്യിൽ വെച്ചുകൊണ്ട് തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയും ഇന്ന് സത്യപ്രതിജ്ഞ ചൊല്ലിയത്. നേരത്തെ മറ്റ് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള അംഗങ്ങളും സമാനമായ നടപടി തന്നെയാണ് ഉണ്ടായത്. പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ്
ചടങ്ങ് പൂർത്തിയായ ഉടൻ തന്നെ കോൺഗ്രസിന്റെ മറ്റൊരംഗം മഹാരാഷ്ട്രയിൽ നിന്നുള്ള രവീന്ദ്ര വസന്തറാവു ചവാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങും പൂർത്തിയായി. 2 അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയാണ് ഇന്ന് നിശ്ചയിച്ചിരുന്നത്. രാജ്യത്തെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒപ്പം തന്നെ പാർലമെന്റിലെ ഇന്ത്യ സഖ്യത്തിന് വലിയ ഊർജം പകരുന്നതാണ് പ്രിയങ്ക ഗാന്ധിയുടെ പാർലമെന്റ് പ്രവേശനം എന്ന് ഉറപ്പാണ്. ഗോപികൃഷ്ണൻ സൂചിപ്പിച്ച പോലെ തന്നെ വയനാട് വിഷയം ഒരു പ്രധാന വിഷയമായി പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉയർത്തുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും ലക്ഷ്യം. ഇന്ത്യ സഖ്യത്തിന് വലിയ ഊർജമാകും. ഇന്ത്യ സഖ്യത്തിന്റെ പാർലമെന്റിലെ പ്രവർത്തനങ്ങളുടെ ഒരു കുന്തമുനിയായി പ്രിയങ്ക ഗാന്ധി മാറും ഇനിയുള്ള ദിവസങ്ങളിൽ എന്ന് ഉറപ്പാണ്. ശരി, പ്രിയങ്ക ഗാന്ധി ലോക്സഭയിൽ അംഗമായിരിക്കുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയായിരിക്കുന്നു. കേരള സാരിയിലാണ് പ്രിയങ്ക ഗാന്ധി കന്നി പാർലമെന്റ് പ്രവേശനത്തിനായി എത്തിയിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ അംഗമാകുന്നതോടുകൂടി ഗാന്ധി കുടുംബത്തിലെ 3 പേരും അങ്ങനെ പാർലമെന്റിന്റെ ഭാഗമാവുകയാണ്. ഇനിയുള്ള സമര പോരാട്ടങ്ങളിലെ പ്രധാന നേതൃശബ്ദമായി പ്രിയങ്ക ഗാന്ധിയുടെ ശബ്ദം മാറും എന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതാക്കളുള്ളത്. 10:30 കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നത്. അതിൽ പ്രിയങ്ക ഗാന്ധിക്ക് എല്ലാവിധ പിന്തുണയും നൽകാൻ കോൺഗ്രസിന്റെ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് പ്രിയങ്ക ഗാന്ധി ലോക്സഭയിൽ അംഗമായിരിക്കുന്നത്. 4,10,931 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പ്രിയങ്ക ഗാന്ധി വയനാടിനെ പ്രതിനിധീകരിച്ച് ഇപ്പോൾ പാർലമെന്റിൽ എത്തുന്നത്. വയനാട്ടിൽ ശാശ്വതമായ പരിഹാരം കണ്ടെത്തേണ്ടുന്ന നിരവധി പ്രശ്നങ്ങൾ വയനാട്ടിലെ ജനങ്ങൾക്ക് കാലാകാലങ്ങളായുണ്ട്. രാത്രിയാത്രാ നിരോധനം, മെഡിക്കൽ കോളേജ്, നഞ്ചൻകോട് റെയിൽപാത, വന്യമൃഗശല്യം, ബദൽ റോഡ് തുടങ്ങി നിരവധി വിഷയങ്ങളുണ്ട്. അതിനോടൊപ്പമാണ് വയനാട്ടിലെ ദുരിതാശ്വാസ പാക്കേജ് കേന്ദ്രം പ്രഖ്യാപിക്കാത്തതിനുള്ള കടുത്ത പ്രതിഷേധം നിലനിൽക്കുന്നത്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്താൻ പാർലമെന്റിലെ ശബ്ദമായി പ്രിയങ്ക ഗാന്ധി മാറും എന്ന പ്രതീക്ഷയാണ് വയനാട്ടിലെ ജനങ്ങൾ പങ്കുവയ്ക്കുന്നത്.